രാജ്യത്ത് വീണ്ടും വീണ്ടും അക്രമങ്ങൾ ശക്തമാവുകയാണ്. പല പേരുകളിലും അക്രമം അഴിച്ചുവിടുമ്പോൾ മനുഷ്യന്മാർ തമ്മിലടിക്കുകയും മനുഷ്യന്റെ നീചപ്രവർത്തികൾ മൂലം കഷ്ടതകൾ അനുഭവിക്കുന്ന നിരവധി ആളുകളെ നമ്മൾ കാണാറുണ്ട്. വളരെ വേദനാജനകമായി മൃഗീയമായി ഉപദ്രവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റും ഇന്നുമുണ്ട്. നമ്മൾ കാണാതെ നമ്മൾ അറിയാതെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ചെന്നായ്ക്കൾ. മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിന് ക്രൂരമർദ്ദനമാണ് ഏറ്റത്. കൈകൾ പിന്നിൽ ബന്ധിക്കുകയും ജനനേന്ദ്രിയത്തിൽ മുളകുപൊടി വിതറുകയും ചെയ്തു. ബീഹാറിലെ അരാറയിലുള്ള ഇസ്ലാം നഗറിലാണ് സംഭവം നടന്നത്. മോഷണക്കുറ്റം ആരോപിച്ച് ഒരു കൂട്ടം ആളുകൾ ഒരു യുവാവിനെ ബന്ധനസ്ഥനാക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലായിരിക്കുകയാണ്. മുഹമ്മദ് സിഫാത്ത് എന്ന ആളെയാണ് നാട്ടുകാർ പിടിയിലാക്കിയത്. ഇയാളെ മുട്ടിൽ നിർത്തി വിവസ്ത്രനാക്കാൻ ശ്രമിക്കുന്ന വീഡിയോയിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. ഇതിനിടെ പിടിയിലായ ഇയാളുടെ മലദ്വാരത്തിലൂടെ ഒരാൾ പെൻസിൽ തിരികെ കയറ്റുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. വളരെ നീചമായി നിഷ്ക്രൂരമായി ഒരാളെ ആക്രമിക്കുന്ന വീഡിയോ ആണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. മനുഷ്യർ മനുഷ്യനെ മനസ്സിലാക്കാത്ത കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ ലഭിക്കുന്നതിന് തുടർ നടപടിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും നൽകാതെ ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തികൾ ചെയ്യുന്നത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ള ശിക്ഷ ഒരു മനുഷ്യന് താങ്ങുന്നതിനും അപ്പുറമാണ്. മോഷണം ആരോപിക്കപ്പെട്ട വ്യക്തിയോട് ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്ത വ്യക്തികളും കുറ്റക്കാർ തന്നെയാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പകർത്തി അയാളെ ആക്ഷേപിച്ചവരും കുറ്റക്കാർ തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന എല്ലാവരും ശിക്ഷിക്കപ്പെടണം. സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നിരവധി പേർ പകർത്തിയ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുകയാണ്. വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് പോലീസ് സംഭവത്തിൽ നടപടി സ്വീകരിച്ചത്. അതേസമയം സംഭവത്തിൽ നിതീഷ് കുമാർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി RJD നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തി. ബീഹാറിൽ താലിബാൻ രാജ് ആണ് നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറുന്നതെന്ന് തേജസ്വി പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 109 കൊലപാതക ശ്രമം, സെക്ഷൻ 117 5 അതിലധികമോ ആളുകളുടെ ഒരു സംഘമുണ്ടാക്കിയ ഗുരുതരമായ മുറിവ് എന്നിവ പ്രകാരം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധിയായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു യുവാവിനെ കൊന്നുകളഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി പ്രത്യാക്രമിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിയമത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മോഷണക്കുറ്റം ആരോപിച്ചതിൻ്റെ പേരിൽ ഒരു യുവാവിനെ ഇത്തരത്തിൽ മൃഗീയമായി ഉപദ്രവിക്കുന്നത് ഒരിക്കലും സഹിക്കാനാവുന്ന ഒരു കാര്യമല്ല. അത് തെറ്റ് ആരോപിക്കപ്പെട്ടാലും നിയമവിധേയമായ മുൻകരുതൽ എടുക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അവരെ കയ്യേറ്റം ചെയ്യാനോ അവരെ ആക്രമിക്കുകയല്ല വേണ്ടത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാനും മനുഷ്യനെ മനസ്സിലാക്കാനെങ്കിലും നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്.